മൂവിയുടെ ആക്ച്വൽ ഫസ്റ്റ് ലുക്കിനേക്കാൾ അതിന്റെ ഷൂട്ടിംഗ് സ്പോട്ടിൽ നിന്നും ഒരു ഫാൻ എടുത്ത പിക്ചറിന് ഇന്റർനെറ്റിനെ തന്നെ കീഴ്മേൽ മറിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ നായകന്റെ പേര് സ്പൈഡർമാൻ എന്നായിരിക്കണം. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഭാഗത്തു നിന്നും ഒരുപാട് സെറ്റ് പിക്കുകളും വീഡിയോസും ലീക്ക് ആയതിനോടൊപ്പം തന്നെ ഈ ഒരു മൂവിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്യാരക്ടേഴ്സിനെ പറ്റിയും സ്റ്റോറി ലൈനെയും പറ്റിയും ഒട്ടനേകം അപ്ഡേഷൻസ് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അവയെല്ലാം പറ്റി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഒഫീഷ്യൽ ലുക്ക് മാർവൽ പുറത്തുവിട്ടതിന് ശേഷം വേറെ ലെവലിലുള്ള ഔട്ട്ഡോർ ഷൂട്ടിങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും പല കാര്യങ്ങളും VFX-ൽ ആഡ് ചെയ്യാതെ കൂടുതലായിട്ടും പ്രാക്ടിക്കലി പുൾ ഓഫ് ചെയ്യുവാനാണ് ഇപ്പോൾ മാർവൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പൈഡർമാനോടൊപ്പം തന്നെ ഈ ഒരു മൂവിയിൽ ഓൾറെഡി കൺഫേം ചെയ്തിട്ടുള്ള പല ക്യാരക്ടേഴ്സും ഉണ്ട്. ജോൺ ബെർത്തലിന്റെ പണിഷർ, മാർക്ക് റഫലോയുടെ ഹൾക്ക്, അതുപോലെ ഒട്ടനേകം വില്ലൻ ക്യാരക്ടേഴ്സിനെയും ടീസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മൂവിയുടെ ഭാഗത്തുനിന്നും ഒരുപാട് അപ്ഡേഷൻസ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മൂവിയുടെ ഭാഗത്തുനിന്നും മേടിച്ചിട്ടുള്ള മറ്റൊരു വലിയ അപ്ഡേഷൻ തന്നെയാണ് മൂവിയിൽ MJയും നെഡും റിട്ടേൺ ചെയ്യുമെന്നുള്ളത്. അതിൽ തന്നെ ആൻമയുടെ ഗ്രേവിന് മുമ്പിൽ നിന്നുകൊണ്ട് പീറ്ററിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന MJയുടെ ഒരു സെറ്റ് പിക്കും ഇപ്പോൾ ലീക്കായി വന്നിട്ടുമുണ്ട്. ഇനി സ്പൈഡർമാന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു സ്യൂട്ട് അപ്ഡേഷൻ ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അയ്യോ, ഇതല്ല, വീഡിയോ മാറ്റി. ഓക്കെ, അപ്പൊ ടോം ഹോളണ്ടിന്റെ പുതുതായി അപ്ഡേറ്റ് ചെയ്ത് വന്ന സ്യൂട്ട് നോക്കുകയാണെങ്കിൽ അമേസിംഗ് സ്പൈഡർമാനിൽ നമ്മൾ കണ്ടുണ്ടായിരുന്ന ആൻഡ്രൂ ഗാർഫീൽഡിന്റെ സ്യൂട്ടിനോട് ഇൻസ്പയർ ആവുന്ന രീതിയിലുള്ള ഒരു സ്യൂട്ട് അപ്ഡേഷൻ തന്നെയാണ് ടോം ഹോളണ്ടിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇനി ചെസ്സിലുള്ള വലിയ സ്പൈഡർ സിമ്പിൾ ആണെങ്കിലോ ടോബി മഗുയുടെ സ്യൂട്ടിനോട് ഇൻസ്പയർ ആവുന്ന രീതിയിലും എന്തായാലും ഒരു തരത്തിൽ മികച്ചു നിൽക്കുന്ന ഒരു സ്യൂട്ട് തന്നെയാണ് ഇപ്പോൾ സ്പൈഡർമാന് ലഭിച്ചിട്ടുള്ളത്. അടുത്തതായി പുറത്തു വന്നിരിക്കുന്ന വീഡിയോ നോക്കുകയാണെങ്കിൽ വെബ് സ്വിംഗ് ചെയ്ത് ഒരു ട്രക്കിനെ മറ്റൊരു വണ്ടിയെ ഫോളോ ചെയ്യുന്ന സ്പൈഡർമാനെ കാണാം. ഓൾറെഡി പല കാലങ്ങളിലായി ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു നെഗറ്റീവ് തന്നെയാണ് മൂവിയിൽ വെബിലൂടെ സ്വിംഗ് ചെയ്യുന്ന സീൻസ് വളരെ കുറവാണെന്നുള്ളത്. ഓഫ് കോഴ്സ് നോവേ ഹോമിന്റെ അവസാനം നമ്മൾ ഇത് കണ്ടിരുന്നതാണെങ്കിൽ തന്നെയും ടോബിയുടെയോ ആൻഡ്രൂന്റെയോ മൂവീസിൽ കൊണ്ടുവന്ന രീതിയിൽ ഇതുവരെ കാണിച്ചിട്ടില്ല എന്നത് സത്യം തന്നെ. ആ ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു മൂവിയിൽ ഉടനീളം ഒരുപാട് വെബ് സ്വിംഗിങ് സീൻസ് കാണുവാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആക്ച്വലി സ്പൈഡർമാൻ എന്ന ക്യാരക്ടറിനെ കൂടുതൽ ഐക്കോണിക് ആക്കി മാറ്റുന്നത് ഈ ഒരു വെബിലൂടെയുള്ള സ്വിംഗിങ്സ് ആണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്തായാലും നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപ്ഡേഷൻസ് പ്രകാരം സ്പൈഡർമാൻ ഇങ്ങനെ സ്വിംഗ് ചെയ്ത് ഫോളോ ചെയ്യുന്ന ആർമി ടാങ്കർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റാരുമല്ല ഫ്രാങ്ക് കാസലിന്റെ പണിഷർ ആണെന്നുള്ളതാണ്. ഇത് എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് അറിയുകയില്ല എങ്കിൽ തന്നെയും പണിഷറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സീൻസ് ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു അപ്ഡേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. മേ ബി മൂവിയിൽ ആദ്യം തന്നെ പണിഷറിനെ ഒരു ആന്റി ഹീറോ ആയിട്ട് പ്രൊജക്ട് ചെയ്തുകൊണ്ട് പിന്നീട് സ്പൈഡർമാനുമായിട്ട് ചേരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്ന രീതിയിലായിരിക്കാം പണിഷറെ കാണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു മൂവിയിൽ പണിഷറെ കാണിക്കുമ്പോൾ ക്യാരക്ടറിന്റെ ആങ്കർ ടോ ഡൗൺ ചെയ്യാതെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ പണിഷറെ പ്രസന്റ് ചെയ്യുമെന്നും പറയുന്നു. എന്നാൽ ബ്ലഡ് ആൻഡ് വയലൻസ് അത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്പൈഡർമാൻ ഒരിക്കലും ഒരു R-rated മൂവിയായിട്ട് പ്രസന്റ് ചെയ്യുവാൻ സോണി സമ്മതിക്കത്തില്ല എന്നത് മറ്റൊരു സത്യം. എങ്കിലും അമേസിംഗ് സ്പൈഡർമാൻ പോലെ ഇച്ചിരി ഡാർക്കർ ടോണിലായിരിക്കും ഈ ഒരു മൂവി ഒരുങ്ങുക. ആക്ഷൻ സീക്വൻസിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെയായിരിക്കും ഈ ഒരു മൂവി ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഷാങ്ചി മൂവിയുടെ ഡയറക്ടർ ആയിട്ടുള്ള ഡെസ്റ്റിൻ ഡാനിയൽ ക്രെട്ടനെ ഈ ഒരു മൂവിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതും. ഈ മൂവിയോടൊപ്പം തന്നെ ഓൾറെഡി സൈഡ് ബൈ സൈഡ് ആയി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിഷറിന്റെ സ്പെഷ്യൽ പ്രസന്റേഷന് ശേഷം എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടർ സ്പൈഡർമാനുമായി കൊളാബ് ആകാൻ പോകുന്നത് എന്നത് എല്ലാവർക്കും വന്നിട്ടുള്ള ഏറ്റവും വലിയ ഡൗട്ട് തന്നെയാണ്. അതിനിപ്പോൾ ഇതാ പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു തിയറി വന്നിട്ടുണ്ട്. പണിഷറും സ്പൈഡർമാനും ആദ്യം എതിർക്കുന്നവരാണെങ്കിൽ തന്നെയും പിന്നീട് അവർ ഒന്നായി ചേർന്നുകൊണ്ട് മാർക്ക് റഫലോയുടെ ഹൾക്കുമായിട്ടുള്ള ഒരു ഫൈറ്റും ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു. അതായത് ഇപ്പോൾ MCUയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന മാർക്ക് റഫലോയുടെ പ്രൊഫസർ ഹൾക്ക് എന്തോ ഒരു ഇൻഫ്ലുവൻസ് മൂലം ഒരു സാവേജ് ഹൾക്കായി മാറുമെന്നും തുടർന്ന് പണിഷറും സ്പൈഡർമാനും ചേർന്നുകൊണ്ട് സാവേജ് ഹൾക്കിനെ തടയുവാൻ ശ്രമിക്കുന്ന രീതിയിലും കഥ മുന്നോട്ട് പോകാൻ സാധ്യതകളേറെ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഹൾക്കിനെ എടുക്കുന്ന പണിഷറിന് വയലന്റ് ആയേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയായിരിക്കാം പണിഷറെ വയലന്റ് ആയിട്ട് ഈ ഒരു മൂവിയിൽ കാണുവാൻ സാധിക്കുക എന്നും പറയുന്നത്. മിസ്റ്റർ നെഗറ്റീവ് എന്ന വില്ലന്റെ ഇൻഫ്ലുവൻസ് മൂലമാണ് പ്രൊഫസർ ഹൾക്ക് സാവേജ് ഹൾക്കായി മാറുന്നത് എന്നാണ് നേരത്തെ വന്നിരുന്ന തിയറികൾ എങ്കിൽ തന്നെയും ഇപ്പോൾ ഈ ഒരു മൂവിയിൽ ഈ ഒരു ക്യാരക്ടറിനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന രീതിയിലാണ് പല ട്രസ്റ്റബിൾ സോഴ്സിലൂടെയും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ കൺഫേംഡ് വില്ലന്മാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബൂമറാങ്, ടറാങ്ക്ലോക്ക്, റാംറോഡ് തുടങ്ങിയിട്ടുള്ള ചില മൈനർ വില്ലന്മാരെ ചേർത്തുകൊണ്ട് സ്പൈഡർമാൻ ഹോംകമിങ്ങിൽ നമ്മൾ കണ്ടുണ്ടായിരുന്ന സ്കോർപിയോയുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ സിനിസ്റ്റർ സിക്സിനെ ഫോം ചെയ്യുന്ന രീതിയിലായിരിക്കും കാണിക്കുക എന്നും പറയുന്നു. സെറ്റ് വീഡിയോസിനിടയിൽ സ്പൈഡർമാൻ ഫോളോ ചെയ്യുന്ന ട്രക്കിൽ മിസ്റ്റർ നെഗറ്റീവിന്റെ ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സിമ്പിൾ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും ഇപ്പോൾ ഇത് മോഡിഫൈ ചെയ്തിട്ടുള്ള പണിഷറിന്റെ പുതിയ സ്യൂട്ടിൽ നിന്നും വരുന്ന ഒരു സിമ്പിൾ ആണെന്ന രീതിയിലാണ് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. കാരണം അത്രയധികം റൂമേഴ്സും തിയറീസുമാണ് ഇപ്പോൾ സ്പൈഡർമാന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അതിൽ തന്നെ എനിക്ക് ഏറ്റവും കോമഡി ആയി തോന്നിയിട്ടുള്ള ഒന്നാണ് നോവേ ഹോമിൽ മിച്ചം വന്ന് പോയിട്ടുണ്ടായിരുന്ന വെനം ഹൾക്കുമായി ബോണ്ട് ആകുമെന്നും ഈ ഒരു ഹൾക്കിനെ നേരിടുവാൻ വേണ്ടി വാർ മിഷനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഹൾക്ക് ബസ്റ്റർ സ്യൂട്ടിൽ പണിഷർ
പ്രഷർ വരുമെന്നുള്ളതും കേൾക്കുമ്പോൾ തന്നെ എനിക്ക് കോമഡി ആയിട്ട് തോന്നിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും എങ്ങാനും ഇതൊക്കെ മൂവിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അറിഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നു. ഇനി എങ്ങനെയാണ് ഹൾക്കിനെ ഈ ഒരു മൂവിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീറ്റർ പാർക്കറിന്റെ കോളേജ് ലൈഫ് സൈമൾട്ടേനിയസ്ലി കാണിക്കുന്നതുകൊണ്ട് തന്നെ മേ ബി കോളേജിലെ ഒരു പ്രൊഫസറായിട്ട് പ്രൊഫസർ ഹൾക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ സാധ്യതകളുണ്ട്. എന്തായാലും ഇത്രയധികം റൂമേഴ്സും തിയറീസും വരുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഏതൊക്കെ സത്യമാകുമെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എന്തായാലും സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഭാഗത്തു നിന്നും എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള കാര്യം താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കൃത്യമായി അവയോടൊപ്പം ചേർക്കാവുന്നതാണ്. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.